ഉദയത്തിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ നടന്നിരിക്കും ഉറപ്പായിട്ടും. ഒരു മനുഷ്യൻ എന്ത് സമുദായമായാലും 5 നേരം നമ്മൾ പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യം മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ, ആ കാര്യം നടന്നിരിക്കും. രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റതിൻ്റെ ഗുണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ഉണ്ടാകും. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ്. നമസ്കാരം. ബ്രഹ്മമുഹൂർത്തത്തെ പറ്റിയാണ് നമുക്കിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യകാലങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ. അതായത് ഉദയത്തിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കുക, ഒരു 3 മണിക്കൊക്കെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല കാര്യമാണ്. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ നടന്നിരിക്കും ഉറപ്പായിട്ടും. അനുഭവമാണ്. രാവിലെ 3 മണി ആ സമയത്ത് ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് പ്രത്യേക ബലമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി എഴുന്നേൽക്കണം. ഒരു മനുഷ്യൻ എന്ത് സമുദായമായാലും 5 നേരം നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥന. അത് കുളിക്കണമെന്നൊന്നുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് യൂണിവേഴ്സിൻ്റെ അധിപതിയായ ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ മഹാദേവനെയും പാർവതീ ദേവിയാണ് പ്രാർത്ഥിക്കുക. ബ്രഹ്മാവിനോട് പൂജിക്കാറില്ല. മഹാദേവ, പാർവതീ ദേവി, എനിക്ക് സമ്പൽ സമൃദ്ധിയോടും പൂർണ്ണ ആരോഗ്യത്തോടും എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി എന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് നടക്കാനുള്ള കാര്യങ്ങൾ, ഒറ്റ കാര്യം മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ, ആ കാര്യം നടന്നിരിക്കും. ഇപ്പോൾ ജോലിയുടെ കാര്യമായിട്ടോ, വിവാഹത്തിൻ്റെ കാര്യമായിട്ടോ, മക്കളുടെ ജോലിയുടെ കാര്യമായിട്ടോ, മക്കളുടെ പ്രമോഷനായിട്ടോ, മക്കളുടെ എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടന്നിരിക്കും. നല്ല കാര്യങ്ങളെ പ്രാർത്ഥിക്കാവൂ. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ചിന്തിക്കാൻ പാടില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ ധാരാളം സമയം കിട്ടും നമുക്ക്. രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ധാരാളം ടൈം കിട്ടും. നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റ് ലേറ്റായിട്ട് ഓടിപ്പോയി ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒന്നിനൊന്നും ഒരു സാവകാശം കിട്ടില്ല. നമുക്ക് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരാൾ എഴുന്നേറ്റ് പെട്ടെന്ന് ഓടിപ്പോയി അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ ടെൻഷനും കാര്യങ്ങളുമായിരിക്കും. നേരെ മറിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റു, നമ്മുടേതായ പ്രാർത്ഥനകൾ കഴിഞ്ഞു, വിളക്കത്തിച്ച് നാമം ജപി, കുറച്ച് നേരമൊക്കെ നാമം ജപിക്കുക. അതിനുശേഷം നമ്മൾ ജോലിക്കാലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ്. മഹർഷീശ്വരന്മാരും ഋഷീശ്വരന്മാരും പുരോഹിതന്മാരും എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനകൾ വളരെയധികം ശാന്തമായിരിക്കും. മാത്രമല്ല യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷികളുടെ മാത്രം സൗണ്ടേ ഉണ്ടാവുള്ളൂ. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും. അത് നമുക്ക് പ്രപഞ്ചത്തിൽ നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ 10 ഇരട്ടി ഫലമാണ്. ഇന്നത്തെ കാലത്ത് പുറത്തൊക്കെ പോയി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രപഞ്ചത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം 10 ഇരട്ടിയാണ് കിട്ടുന്നത്, അനുഭവിക്കാൻ പോകുന്നത്. കാരണം പ്രപഞ്ചീശ്വരനാണ് നമുക്ക് തരുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓരോരോ കാര്യങ്ങളും ചിട്ടപ്പടിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കെത്തിക്കുന്ന പരിപാടിയുണ്ട്. ആ വിളക്കെത്തിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് വിളക്കത്തിച്ചു, 5 തിരിയിട്ട് വിളക്കത്തിച്ചു, ആ വിളക്കിൽ നോക്കി പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ബ്രഹ്മമുഹൂർത്തത്തെ പ്രാധാന്യം കുറച്ചൊന്നുമല്ല. പഴയ കാലത്തൊക്കെ രാവിലെയാണ് കുട്ടികൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറ്, പഠിക്കുന്നത് രാവിലെയാണ്. ഇപ്പം അതല്ല, പ്രാർത്ഥനയില്ല, പഠിത്തൂല. എപ്പോൾ രാത്രി 3 മണി, എപ്പോഴാണ് കിടക്കുന്നത്? 2 മണിക്ക്. ആ 2 മണിക്ക് എണീക്കുന്ന ആളോട് എങ്ങനെ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറയും? തെറ്റാതെ. അപ്പോൾ രാത്രി കാലങ്ങളിൽ പഠിപ്പ് കുറച്ചിട്ട് രാത്രി കാലങ്ങൾ 10 മണിക്ക് കിടന്നുറങ്ങി രാവിലെ വെളുപ്പാൻ കാലത്ത്, അതായത് ബ്രഹ്മമുഹൂർത്തം എഴുന്നേറ്റില്ലെങ്കിലും ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. രാത്രി 10 പ്രാവശ്യം വായിക്കുന്നത് രാവിലെ 1 പ്രാവശ്യം വായിച്ചാൽ കിട്ടും. ഇത് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയും ഉണ്ടാവും. ഈ ഹറിബറി മാറുക. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. ഏതൊരു പ്രായത്തിലായാലും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ചിട്ടയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല. 6 മണിക്ക് മുമ്പ് കുളിക്കുന്നവൻ വളരെ ശുഭമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്.
ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു നിശ്ചിതമായ കാര്യം തീരുമാനിച്ച് വിളക്കെത്തിച്ചാൽ തന്നെ അതിന് ഫലമുണ്ടാകും. ഒരു 21 ദിവസമോ 41 ദിവസമോ കത്തിച്ചാൽ 41 ദിവസം റെഫർ ചെയ്യാൻ പറ്റില്ല, കാരണം സ്ത്രീകൾക്ക് പറ്റില്ല. 21 ദിവസം വിളക്കെത്തിച്ച് ഒരു പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ള മതസ്ഥരാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ ഫലം ഇരട്ടിയായിട്ടാണ് വരുന്നത്. ആ സമയത്തെ പ്രാർത്ഥനകൾക്ക് 100 ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുകയും ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തെപ്പറ്റി പറയാനുള്ളത് കാരണം എല്ലാ ക്ഷേത്രങ്ങളും തുറക്കുന്നതും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ്. ഉച്ചയ്ക്കൊരു അമ്പലം തുറന്ന് കേട്ടിട്ടില്ല, ഉണ്ടോ? ഇപ്പോൾ ഗുരുവായൂർ 3 മണിക്ക് തുറക്കും. അങ്ങനെ മഹാക്ഷേത്രങ്ങളും എല്ലാ സ്ഥലങ്ങളിലും രാവിലെയാണ് ക്ഷേത്രങ്ങൾ തുറക്കുന്നത്. ക്ഷേത്രങ്ങൾ തുറന്ന് നിർമ്മാല്യം തൊഴുക, ഗുരുവായൂർ നിർമ്മാല്യം തൊഴുക, അതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിർമ്മാല്യം തൊഴുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സൗഖ്യങ്ങളും സമൃദ്ധിയും സമ്പത്തും എല്ലാം നമുക്ക് ലഭിക്കും. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക, അതും വളരെ നല്ലതാണ്. ആലിൻ്റെ പ്രദക്ഷിണം വയ്ക്കുക, അതൊക്കെ വളരെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും നല്ലതുണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ വടക്കോട്ട് തിരിഞ്ഞു സമ്പൽ സമൃദ്ധിയോടും പൂർണ്ണ ആരോഗ്യത്തോടും എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി മഹാദേവനും പാർവതിയും പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് നന്ദി പറയുക. നമ്മൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി. നമ്മൾ എഴുന്നേൽക്കുന്ന ആർക്കും ഉറപ്പില്ല. പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ സമ്പത്തോടും എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടായി നന്ദി. എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തന്നതിന് നന്ദി. എനിക്ക് ഓടി നടക്കാനും, ഇപ്പോൾ ആരോഗ്യമുണ്ടോ ഇല്ലെന്നല്ല, ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചത് നന്ദി. കാര്യങ്ങൾ അതാത് സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചത് നന്ദി. ഇങ്ങനെയുള്ള നന്ദി വാക്കുകൾ നമ്മൾ പറയണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കുക, അതൊന്നും ചെയ്യരുത്. മൊബൈലൊക്കെ മാറ്റി വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രഭാതം കഴിഞ്ഞിട്ട് മൊബൈലൊക്കെ നോക്കിയാൽ മതി. ഈ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കി അതിലുള്ള ഈ നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് കാര്യങ്ങളും, അത് പത്രത്തിലുള്ള നെഗറ്റീവ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒരു പ്രയാസമാവും. എപ്പോഴും മനസ്സെപ്പോഴും നമ്മൾ ശാന്തമായിരിക്കണം, സന്തോഷമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശരീരത്തിന് എക്സസൈസ് കൊടുക്കണം. കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഓടുക, ചാടുക, നടക്കുക, ഒന്നുമില്ലെങ്കിലും നഗ്നപാദങ്ങളായിട്ട് നടക്കുക. നഗ്നപാദങ്ങളായിട്ട് മുറ്റത്തൊക്കെ നടക്കുക. ഒരു അരമണിക്കൂർ കൈവീശി നടക്കുമ്പോൾ തന്നെ നമുക്ക് വേർക്കും. അപ്പം തന്നെ നമ്മളിൽ ആവശ്യമില്ലാത്ത നമ്മുടെ ദുർമേധസ്സുകളൊക്കെ പോവും. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ, നടക്കാൻ പോവുക, യോഗ ചെയ്യുക, കുറച്ച് നേരം സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ വളരെ നല്ലതാണ് കേട്ടോ. സൈലൻറ്റ് മെഡിറ്റേഷൻ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല, നമ്മൾ ഉറങ്ങിപ്പോവും, സാരില്ല. പിന്നീട് നമുക്ക് സൈലൻ്റായിട്ട് മിണ്ടാതിരുന്ന് നമ്മളെ നമ്മൾ തന്നെ കാണുക. അതായത് ഭഗവാനെ നമ്മൾ തന്നെ നമ്മളാണ് ദൈവം. കാരണം തത്വമസി, ശബരിമല ചെല്ലുമ്പോൾ കാണാൻ നമുക്ക് തത്വമസി, നീയും ഞാനും ഒന്നാണ്. നമ്മളിൽ തന്നെയാണ് ക്ഷേത്രം, നമ്മളിൽ തന്നെയാണ് ദൈവം. ആ ഭഗവാനെ നമ്മൾ ഉണർത്തി പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്കെപ്പോഴും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഉണ്ടാവും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമില്ലാതെ അയ്യോ കടന്നു പറയാതെ എനിക്ക് ധനികയാണ്, ധനവാനാണ് എന്ന് തന്നെ മനസ്സ് ചിന്തിച്ച് മനസ്സുകൊണ്ട് നമ്മളെ എല്ലാത്തിനെയും നമ്മൾ പാകപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ വളരെയധികം നല്ലതാണ്. മനസ്സിനെ നമ്മളെപ്പോഴും, അതായത് നമ്മുടെ ശരീരത്തിൽ 7 ചക്രങ്ങളാണ് ഉള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ നട്ടലിനോട് ചേർന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് മൂലാധാര ചക്രം. മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആയ ധനമുണ്ടാവും. അതിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ ഗണപതിയാണ്. മൂലാധാരം ഭൂമി തത്വമാണ്, ഭൂമിദേവിയെ തരുന്നത്. അപ്പം മൂലാധാരം ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് സമ്പത്ത് കാര്യങ്ങളുണ്ടാവും. അടുത്ത് വരുന്ന ചക്രമാണ് സ്വാധിഷ്ഠാനം. ഈ സ്വാധിഷ്ഠാന ചക്രം ഉണർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും. നമ്മുടെ ശരീരത്തിലെ 70% ജലമാണ്. ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രതിനിധീകരിക്കുന്നതും ജലമാണ്. അടുത്തതായ ചക്രമാണ് അഗ്നിചക്രം. അത് സൂര്യഭഗവാനെ ചിന്തിക്കുന്നത്. ആ അഗ്നി ചിന്തിക്കുന്നതാണ് മണിപൂര ചക്രം. മണിപൂര ചക്രം ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ദഹിക്കുക, ഡൈജഷന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അടുത്തതായി ഒരു അനാഹചക്രം. പറയില്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ അനാഹചക്രം ആക്ടിവേറ്റ് ആയി നമുക്കെല്ലാവരും സ്നേഹിക്കാനും നമ്മളെല്ലാവർക്കും സ്നേഹിക്കാനും സാധിക്കും. അടുത്തതാണ് വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രത്തിൽ ആക്ടിവേറ്റ് ആയ തൈറോയിഡ് മുതലായ അസുഖങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. ഇന്ന സ്ഥലത്ത് പോയി ഇന്ന് ബുദ്ധിമുട്ട് വരുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി ദൈവം കാണിച്ചു തരുന്നുണ്ട്. അടുത്തതാണ് ആജ്ഞാചക്രം. ആജ്ഞാചക്രം എന്ന തൃക്കണ്ണ്, അതായത് നമ്മുടെ തൃക്കണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ പുരിയങ്ങൾക്ക് നടുക്ക് വരുന്ന ചക്രമാണ്. തേർഡ് ഐ എന്ന് പറയും.
ഈ ചക്രം ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾക്കും നന്മ വരികയും ഓറ നമ്മൾ തെളിയുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ശരീരം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റായി കുറച്ച് ധ്യാനം മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും, ശരീരം മാത്രമല്ല മനസ്സിനെയും പോഷിപ്പിക്കുക. മനസ്സ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോഷിപ്പിക്കും, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരം പോഷിപ്പിക്കും, സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും. അപ്പം നമ്മളിരിക്കുന്ന അന്തരീക്ഷം, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കയറി ചെന്നാൽ തന്നെ ആ അന്തരീക്ഷം മുഴുവൻ പോസിറ്റീവാകും. ഒരാൾ സംസാരിച്ചാൽ പോലും ആ വശം മുഴുവൻ നന്നായി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾക്ക് ഈ ബ്രഹ്മമുഹൂർത്തം എഴുതാനായിട്ടാണ് ഇതെല്ലാം നടക്കുകയുള്ളൂ. അതെല്ലാം ചെയ്യാൻ എല്ലാവരും ബ്രഹ്മമുഹൂർത്തം എഴുന്നേൽക്കുകയും എല്ലാവർക്കും നല്ലത് വരികയും ചെയ്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.